ആ അച്ഛനും അമ്മയും മകളും മരുമകനും ഇതുപോലെ ഒരുമിച്ച് നിന്നൊരു നന്മയ്ക്ക് കൂട്ടുനിന്ന് അത്രയും ഒരു നന്മ ചെയ്തതിന് ആ കുടുംബത്തോടും അദ്ദേഹത്തോടും നന്ദി ഞാൻ അറിയിക്കുകയാണ്. വീടില്ലാത്ത ദുഃഖം ഞങ്ങൾ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോന്നിയതാ, അന്നേ തോന്നിയതാ. പിന്നെ നമ്മളെ പോലെ വീടില്ലാത്ത ഇപ്പൊ സന്തോഷം. ഇപ്പൊ ചേട്ടന്റെ വസ്തുവാണേലും ഞാൻ ഇങ്ങനെ അപ്പൊ പറഞ്ഞത് നമ്മൾ ആരായാലും മരിക്കുമ്പോ ഒന്നും കൊണ്ടുപോകത്തില്ലല്ലേ, ഞങ്ങക്ക് പട്ടിണിയില്ലാതെ താമസിക്കണം, അത്രേ ഉള്ളൂ. മോക്ക് വീട് പണി കിടക്കുക, 14 ലക്ഷം രൂപ ലോൺ എടുത്ത് ഇപ്പൊ വാർപ്പ് കഴിഞ്ഞ്, ബാക്കി ഇനി ഒപ്പിക്കണം. സഹായിക്കാൻ തോന്നി അപ്പോഴേ ചെയ്യുക, ചിലപ്പോ നാളെ പറ്റിയില്ലെങ്കിൽ മനസ്സ് മാറിപ്പോയത്. ചേട്ടത്തിയും ഇങ്ങനൊരു തീരുമാനം എടുത്തത് വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മൾ നല്ലൊരു ശുഭകരമായ ഒരു കാര്യത്തിലാണ് എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രീ രുക്മാനന്ദൻ സാർ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഉഷാമ്മയും അവർ നമ്മുടെ നാട്ടിൽ സ്വാമി കുടുംബം എന്നറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇന്ന് പാവങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമാധി ആശ്രമത്തിൻ്റെ മുന്നിൽ വെച്ച്, ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് അപ്പൂപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് 29 സെൻറ്റ് സ്ഥലം അവർ ദാനമായി നൽകുകയാണ്. ഏറ്റവും സാധുക്കളായ സമൂഹത്തിൽ ജീവിക്കുന്നവരെ കണ്ടെത്തി, നിർധനരും സാധുക്കളമായ വ്യക്തികളെ കണ്ടെത്തി വീട് വെച്ച് കൊടുക്കണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. എന്നെ ഓഫീസിൽ നിന്ന് ആൾ പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഏതാണ്ട് പകുതിയിലധികം അദ്ദേഹം എഴുതി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു മകളേ ഉള്ളൂ, എഞ്ചിനീയറാണ്, മരുമകനും എഞ്ചിനീയറാണല്ലേ, അവർ സർക്കാർ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു അംഗൻവാടിക്ക് 2 സെൻറ്റ് ചോദിച്ചാൽ തരത്തില്ല. പല വാർഡ് മെമ്പർമാരും പറയാറുണ്ട്, സാറേ അംഗൻവാടിക്ക് ഒരു 3 സെൻറ്റ് ചോദിച്ചിട്ട് ആരും തരുന്നില്ല എന്ന് പറയും. ഒരു വഴി, നടന്നു പോകുന്നൊരു വഴിയുടെ മൂല ഒന്ന് കട്ട് ചെയ്താൽ ഒരു വാഹനം കയറി പോകുന്നതിൽ പാവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യില്ല. പിന്നെ പാവപ്പെട്ട പട്ടികാതിവാദിപ്പെട്ടവരൊക്കെ നടന്നു പോകാൻ വഴി ചോദിച്ചാൽ നടന്നു പോകാനുള്ള വഴി പോലും കൊടുക്കാത്തവരുടെ ഒരു കാലമാണ്. ആ കാലത്താണ് അദ്ദേഹം 29 സെൻറ്റ് സ്ഥലം നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് നൽകണമെന്ന ആഗ്രഹത്തോടെ നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിൽ വീടുകൾ ഉയരാൻ, കാരണം എൻ്റെ പല സുഹൃത്തുക്കളും വിദേശത്തുണ്ട്, അവരോടെല്ലാം പറഞ്ഞതിന് ശേഷം അവർ അത് സ്പോൺസർ ചെയ്യുകൊണ്ട് ഏറ്റവും നിർധനരായ ആളുകളെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തെ കൂടി അത് കാര്യം അറിയിക്കുകയും ആർക്കാണ് കൊടുക്കുന്നുള്ള കാര്യം അദ്ദേഹം കൂടി അറിയണം. കൃത്യമായ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് സ്നേഹത്തോടെ താമസിക്കുന്ന ഒരു 29 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ കേന്ദ്രമായി മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സ്വപ്നം നമ്മൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കും. ഇത്രയും ഒരു നന്മ ചെയ്തതിന് ആ കുടുംബത്തോടും അദ്ദേഹത്തോടും നന്ദി ഞാൻ അറിയിക്കുകയാണ്. പറഞ്ഞല്ലോ, ഒരു സെൻറ്റ് ഭൂമി ഒരിക്കലും വലിയ ധനികനായ ആളെ ഞാൻ സമീപിച്ചു. ഒരു കിണർ കുഴിക്കാൻ, ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ, ഒരു കിണർ കുഴിക്കാൻ വേണ്ടി 1/2 സെൻറ്റ് ഭൂമി ചോദിച്ചിട്ട് തരാത്തവരുണ്ട്. പക്ഷേ എന്നാൽ സമ്പന്നരല്ലാത്ത പലരും നന്മകൾ ചെയ്യാറുണ്ട്. ചെമ്പനരിയിൽ ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങിയപ്പോൾ ഒരു കിണർ കുഴിക്കാൻ സ്ഥലം വേണമെന്ന്. അപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഞാൻ സ്ഥലം തരാം എന്ന് പറഞ്ഞൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വരികയും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് 100 രൂപ പത്രം വാങ്ങിച്ച് എഴുതി തരണമെന്ന്. അദ്ദേഹം തന്നെ പോയി 100 രൂപയുടെ ഒരു പത്രം വാങ്ങിച്ചുകൊണ്ടെന്ന് അദ്ദേഹം എഴുതി തന്നു. അതുപോലെ വലിയ മനസ്സുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വലിയ മനസ്സാണ് അദ്ദേഹം ഇന്ന് കാണിച്ചത്. ഒരു കുടുംബത്തിൻ്റെ ഒരു നല്ല മനസ്സിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ മകളൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിലും ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് അവർ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വിറ്റ് കാശ് വാങ്ങിച്ച് വേണമെങ്കിൽ അവർക്ക് വീട് വയ്ക്കാം. പക്ഷേ അത് ചെയ്യാതെ ആ അച്ഛനും അമ്മയും മകളും മരുമകനും ഇതുപോലെ ഒരുമിച്ച് നിന്നൊരു നന്മയ്ക്ക് കൂട്ടുനിന്ന്, അതുപോലെ സഹോദരങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ, എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളവരെ അനുമോദിക്കാനും അഭിനന്ദിക്കാനും ഒന്നുമല്ല, അവർക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാവട്ടെ. ഇവിടെ പാവപ്പെട്ടവരായ ആളുകൾ താമസിക്കാൻ വരുമ്പോൾ അവരെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഒരു ദിവസം വീടില്ലാതെ അനാഥമായി നടക്കുന്ന ആൾ അവരെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ദിവസമാണ്. കാരണം ആ കയറിക്കിടക്കുന്ന ആദ്യത്തെ ദിവസം രാത്രി സുരക്ഷിതമായി ഞാൻ എൻ്റെ വീടിനുള്ളിൽ താമസിക്കുന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം മാത്രമേ ദൈവം കണക്കാക്കാറുള്ളൂ. അതാണ് അനുഗ്രഹം. അല്ലാതെ അവരെല്ലാ ദിവസം രാവിലെ എണീച്ച് അദ്ദേഹത്തിന് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട. ആ കയറി കിടക്കുന്ന ഒരു ദിവസം രാത്രി അവരെന്തായാലും ഏത് മനുഷ്യനായാലും ഓർത്തു പോകും, അയ്യോ ഞാൻ വഴിയിലൊക്കെ കിടന്ന ആളാണ്, എനിക്ക് ഇത്രയും നല്ല വീട്ടിൽ കിടക്കാൻ പറ്റിയല്ലോ ദൈവമേ, നമ്മളൊന്നും പറയണ്ട എന്ന് ചിന്തിക്കുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷമാണ് ഈ കുടുംബത്തിന് അനുഗ്രഹമാവുന്നത്. എല്ലാവിധ നന്മകളും നേരുന്നു. വളരെ സ്നേഹത്തോടുകൂടി, വളരെ ആദരവോടുകൂടി മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച്, സ്വാമിജിയുടെ മുമ്പിൽ വെച്ച് ഇത് ഏറ്റുവാങ്ങുന്നു.